ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെറുക്കൂട്ടൻ്റെ കുറച്ച് വിശേഷങ്ങളാണേ. രാവിലെ അമ്മൻകോവിലിൽ എൻ്റെ ചെറുക്കൂട്ടന് തുലാഭാരം ഉണ്ടായിരുന്നു. മുന്നേയൊക്കെ തുലാഭാരത്തിനൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ആളിപ്പം അതിനകത്തുനിന്ന് എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തുലാഭാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നപ്പം അടുത്ത അമ്പലത്തിൽ തളിയൽ മഹാദേവ ക്ഷേത്രത്തിലെ അവിടെ കഞ്ഞി വീത്തുണ്ടായിരുന്നു, കഞ്ഞിയും എരിശോരി. അങ്ങനെ നമ്മൾ അവിടെ പോയി കഞ്ഞിയൊക്കെ മേടിച്ചു. അങ്ങനെ അതൊക്കെ കഞ്ഞിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ചെറുക്കുട്ടനൊരു കുഞ്ഞ് സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. മോൻ്റെ ബർത്ത്ഡേ ദിവസമായിരുന്നേ. അങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചെറുക്കുട്ടന് 12 മന്ത്സിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ മാസവും നമ്മൾ ഷൂട്ട് എടുക്കുമായിരുന്നല്ലോ. അപ്പം മോള് നേരത്തെ നിശ്ചയിച്ചതാണ്. 12 മാസം ആകുമ്പം 1 വയസ്സാകുമ്പോൾ മോന് ചെറി വച്ചിട്ട് എന്നെ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ഒത്തിരി നോക്കിയായിരുന്നു കേട്ടോ. പച്ച ചെറി പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് മധുരമുള്ള ആ ചെറിയാണേ യൂസ് ചെയ്ത് നമ്മൾ അങ്ങനെ 12 ഉണ്ടാക്കി. നമുക്ക് ഇനി അടുത്ത മാസം തൊട്ട് അങ്ങനെ ഇല്ലല്ലോ. ഈ 12 മാസവും ചെറുക്കൂട്ടന് വേണ്ടിയിട്ട് മോള് ഹോം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൗളിൽ നിറച്ച് ചെറുക്കൂട്ടനെ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വെച്ച് കൊടുത്തു. അല്ലാതെ ചെറുക്കൂട്ടൻ മിണ്ടാതെ ഇരിക്കത്തേ ഇല്ല. അല്ലെങ്കിൽ ആ മോളുണ്ടാക്കിയ 12 അലങ്കോലപ്പെടുത്തി കളയും കേട്ടോ. അതുകൊണ്ട് ബൗളിൽ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതിനെ ഞാൻ പിടിച്ച് വാങ്ങിയപ്പോൾ ഓട്ട സ്വഭാവം മാറുവാണ്. നല്ല രസമായിട്ട് ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുമായിരുന്നു. അതിന് ഞാൻ പിടിച്ച് വാങ്ങിച്ചപ്പോൾ പിന്നെ കരച്ചിലായി, കാര്യങ്ങളായി. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളയമ്പലം ബേക്കറ്റിലാണ് പോയത്. ശരിക്കുട്ടി കേക്ക് 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 തന്നെ തന്നെ കേക്ക് തന്നെയാണോ? വീട്ടിലാണെങ്കിൽ എൻ്റെ ചെറുക്കുട്ടി കയ്യിൽ നിന്ന് താഴെ ഇറങ്ങത്തില്ല കേട്ടോ. പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ എവിടെ താഴെ പോയി കിടന്ന് എപ്പോഴും ഉരുളാൻ വേണ്ടിയിട്ടാണ് ഒരേ ബഹളം. അങ്ങനെ കുറച്ച് കേക്കൊക്കെ കൊടുത്ത് ഒരു പറ്റിച്ചൊക്കെ അങ്ങനെ കുറച്ച് നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചെറുക്കുട്ടിന് നല്ല ഇഷ്ടമായി. ആ മോളെടുത്ത് ചേച്ചിത് ഭയങ്കര കാര്യമായി. ഇത് നമ്മൾ നേരെ ആറ്റുകാൽ അമ്പലത്തിലാണ് കേട്ടോ പോയത്. അമ്പലത്തിൽ പൂജ വെപ്പിൻ്റെ 10 ദിവസം അവിടെ ഒത്തിരി കുട്ടികളുടെ ഡാൻസ്. അങ്ങനെ ചെറുക്കൂട്ടൻ കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നേ. അവിടെ നല്ലപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പൂജവെപ്പൊക്കെ മഴയായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡാൻസൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് നേരെ ചെറുക്കുട്ടന് കേക്ക് കട്ട് ചെയ്യാനായിട്ട് മംഗോലിൻ്റെ അടുത്ത് കുറച്ച് ചേച്ചിമാരൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ എൻ്റെ ചെറുക്കുട്ടൻ്റെ.
ചെറുക്കുട്ടൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ വേറൊരു ദിവസം എടുക്കുന്നതാണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എൻ്റെ ചെറുക്കുട്ടിനെ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ട് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇന്നിപ്പം മഴയില്ലെങ്കിൽ നമ്മളൊന്ന് പൂജപ്പുര വരെ പോകാൻ പോവുകയാണേ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വരുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സി യു. നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.